അങ്ങനെ നമ്മുടെ വെഡ്ഡിങ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 5th ഡേയിൽ ഞാൻ ശരിക്കും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇതിനു മുമ്പുള്ള എൻഗേജ്മെൻറ്റും പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻസിനും ഒക്കെ ശേഷം ഇന്നാണ് നമ്മുടെ ശരിക്കുള്ള കല്യാണം. അപ്പോൾ കല്യാണത്തിന് വേണ്ടി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് സെറ്റായി. എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് നീതു ചേച്ചിയാണ്. നീതു ചേച്ചിയാണ് എൻ്റെ എല്ലാ ഫോട്ടോഷൂട്ട്സും. നീതു ചേച്ചിയുടെ പ്രൊഫൈൽ നോക്കിയാൽ ഞാനും എൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ നീതു ചേച്ചിയും കാണുള്ളൂ. കാരണം അമ്മാതിരി ഒരു ഓണത്തിനൊക്കെ 20 ഫോട്ടോഷൂട്ട്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത്രയും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആളാണ്. നമ്മുടെ ഫാമിലി പോലെ എന്നെക്കാളും എൻ്റെ കല്യാണത്തിന് എക്സൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് മെനയാക്കുന്നത്. ഇവിടെ രമ്യ ചേച്ചിയും കൂടെ ഉണ്ട് പുറത്ത് കേട്ടോ. അപ്പോൾ ഇവരൊക്കെയാണ് എൻ്റെ ഈ ഒരു ലുക്കിന് ഇന്നത്തെ പിന്നിലുള്ളത്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഈവനിങ് ആണ് വെഡ്ഡിങ്ങെങ്കിൽ പോലും നമ്മൾ രാവിലെ തന്നെ തുടങ്ങി. കാരണം റിലാക്സ് ആയിട്ട് മേക്കപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഹറിബറി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം, കാരണം ഈ മുടി ഇന്ന് താഴത്തേക്ക് ചുരുട്ടില്ല എങ്കിലും ഇവിടെ വരെയൊക്കെ ചുരുട്ടി വരണം. അതൊക്കെ ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ മേക്കപ്പ് പരിപാടികളൊക്കെ തുടങ്ങി. ഒരു സൈഡിൽ ചിന്നൂസ് അവിടെ പുട്ടിയിട്ട് റെഡിയാവുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും സുന്ദരിമണികളായിട്ട് വരാൻ പോവാണ്. ഇനിയിപ്പോൾ ഫുൾ എല്ലാം മേക്കപ്പിൻ്റെ ഒക്കെ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ഞാനൊരു ഫുൾ ലുക്ക് കാണിക്കാം. ഇന്നത്തെ എൻ്റെ ഈ ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ഔട്ട്ഫിറ്റൊക്കെ ഞാൻ ഇതിനു മുമ്പ് കുറേ ഫോട്ടോഷൂട്ട്സ് ബ്രൈഡൽ ലുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈം ഈ ഒരു ക്രിസ്ത്യൻ വെഡ്ഡിങ് ലുക്ക് ഞാൻ ചെയ്യുന്നത് എൻ്റെ സ്വന്തം വെഡ്ഡിങ്ങിനായിരിക്കും എന്ന് ഞാൻ അങ്ങനെ മനസ്സിൽ എക്സ്പെക്റ്റ് ചെയ്തില്ല. അങ്ങനെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ലുക്കാണ് ഇന്നത്തേത്. എന്തായാലും നമുക്ക് ഫൈനൽ കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടുതലും കണ്ടേക്കുന്നത് മാൻവി റെഡി ആയിട്ടായിരിക്കും. ഫസ്റ്റ് ടൈം ഞാൻ മേക്കപ്പ് ചെയ്യുന്നതുമായിട്ടാണ് വീഡിയോ വരുന്നത്. അപ്പം നമ്മൾ ഈ 5 ദിവസമായി ഏകദേശം ഈ ഫങ്ഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നാണ് അവളുടെ ബിഗ് ഡേ. നമ്മളെല്ലാവരും കുറേ ദിവസമായിട്ട് ഈ ഒരു ഡേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരുന്നത്. അതിലെല്ലാത്തിനും ഉപരി നമ്മൾ ഒരുപാട് ബ്രൈഡൽ ലുക്കിൽ അവളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു എങ്ങനെയായിരിക്കും അവളൊരു ബ്രൈഡൽ ലുക്കിൽ, ഹിന്ദു ബ്രൈഡൽ ലുക്കിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവളെ ഒരു ഗൗണിൽ കാണുന്നത്, അതും വൈറ്റ് ഗൗണിൽ. ശരിക്കും പറഞ്ഞാൽ ത്രിൽഡാണ് ആ റെഡി ആയിട്ടുള്ള ആ ഒരു ലുക്ക് കാണാനും അത് ആസ്വദിക്കാനും ഒക്കെ. അപ്പം ഇന്നത്തെ ഈ ഒരു വെഡ്ഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫങ്ഷൻസ് ഇല്ല എന്നല്ല, അവൾ ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്കിലുമുണ്ട് ഹിന്ദു ബ്രൈഡൽ ലുക്കിലുമുണ്ട്. അപ്പം അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ പലപ്പോഴും അവളെ കണ്ടിട്ടുണ്ട് ബ്രൈഡൽ ഷൂട്ട് ചെയ്തിട്ട്. പക്ഷേ ദ റിയൽ ബ്രൈഡായിട്ട് എങ്ങനെയാണ് മാൻവിന്ന് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം ഉണ്ടാവും എന്നറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു റിസപ്ഷനും അങ്ങനെയുള്ള കുറേ ഫംഗ്ഷൻസ് ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇത് വെയിറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ആ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യും. അമ്മയ്ക്ക് എന്നാ പറയാനുള്ളത്? സന്തോഷമുള്ള കാര്യം. ഇന്നത്തെ ദിവസം ഈ ലുക്കിൽ ഒരു 2 വർഷമായിട്ട് ഇപ്പം പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ട് മനസ്സിൽ ഇത് വേണ്ടി വരും. പിന്നെ തീർച്ചയായിട്ടും ഇനി ഒരു മുസ്ലിം ലുക്ക് കൂടെ ഒക്കെ ചെയ്യാനുള്ളൂ, ബാക്കിയെല്ലാം ആയി. ഒരാഴ്ച മുമ്പ് അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയ ബ്ലൗസ് അന്ന് കറക്റ്റ് ആയിരുന്നു. ഇന്നിട്ട് നോക്കിയപ്പോ ലൂസ്. അതിന് കാരണക്കാരി ഞാനാണ്. എന്നാലും ബാക്കി അമ്മയുടെ 2 മക്കളും ഇട്ട ഡ്രസ്സൊക്കെ ഇപ്പൊ ടൈറ്റ്. എന്താന്നറിയില്ല, ടെൻഷൻ വരുമ്പോഴും കൈക്ക് ടെൻഷൻ ഇല്ലേ. ടെൻഷൻ വരുമ്പോ ഞങ്ങൾ രണ്ടുപേരും വണ്ണം വയ്ക്കും, അമ്മയൊക്കെ ക്ഷീണിക്കും. പക്ഷെ നേരെ ഉൾട്ടായിരുന്നു വേണം. നല്ല രസമുണ്ട് കാണാൻ. ഇത് മറ്റേ അവളുടെ ബ്രൈഡൽ ലുക്ക് കണ്ടിട്ട് ഞാൻ ഞെട്ടെന്ന് പറഞ്ഞിട്ട് ഇവള് തന്നെയാണല്ലോ കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ. അയ്യോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ കാണുന്നത്. നമ്മളെപ്പോഴും ഒരു ട്രഡീഷണൽ ഞാൻ ജന്മന സുന്ദരിയായിരുന്നു, നീ എന്നെ തിരിച്ചറിയാതെ ഉങ്ങണിയാണ്. പക്ഷെ നല്ല രസമുണ്ട്, നിങ്ങൾക്ക് ചേരുന്നുണ്ട്. മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് നല്ല രസമായിട്ടുണ്ട്. ഉങ്ങണി ഇനി എന്റെ ലുക്ക് കൂടെ കാണാം. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മേക്ക് ഓവർ ചെയ്യുന്നത്, ഫസ്റ്റ് ഇങ്ങനെ ഒരു ലുക്ക് ചെയ്യുന്നത്. ഞാൻ ആകെ 2 തവണ കല്യാണത്തിന് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2 തവണ ഇതുപോലെ റെഡി ആയിട്ടുള്ളൂ. അതിലെ ഏറ്റവും സ്പെഷ്യൽ ലുക്കാണിത്. മുടിയുടെ കുത്തപ്പിനാർ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് മേക്കപ്പ് സെക്ഷനിൽ എൻ്റെ ഹെയർ സെറ്റ് ചെയ്യുന്നതാണ്. അത് സെറ്റ് ചെയ്ത് ഏറ്റവും അറിയാവുന്ന ഒരാളുടെ കയ്യിൽ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിലിനി പണിയാത്ത താജ്മഹൽ ഇല്ല. ആകെ ചെയ്യാത്തൊരു സംഭവം ഇതേ ഉള്ളവരെന്ന് തോന്നുന്നു. ബാക്കി നമ്മൾ ട്രഡീഷണലി ചെയ്യാത്ത പൊട്ട് കൊള്ളാം, പക്ഷെ കാണാനില്ല. അതിന് പൊട്ട് വെച്ചില്ലല്ലോ. ആണോ? അപ്പൊ നമുക്ക് കണ്ണും കാണത്തില്ലേ? അയ്യോ, എനിക്ക് ഷോർട്ട് സൈറ്റ് ആണെന്നുള്ളത് സമൂഹം പറഞ്ഞേ. അവള് കണ്ണാടി വെക്കാണ്ട് രക്ഷപ്പെട്ടു വന്ന, കണ്ണും കാണത്തില്ല. അതെന്ന് ലെൻസ് വെച്ചോണ്ടാ, അല്ലെങ്കിൽ കാണായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന് എനിക്ക് പൊട്ടുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണത്. ചെറുതായി പൊട്ടൊക്കെ കാണാണ്ടാവും. കല്ല് വെക്കാൻ ചേച്ചിക്ക് പറഞ്ഞോടായിരുന്നു പൊട്ടില്ലെന്ന്. ഞാൻ ഒരു പൊട്ടിയായി പോയില്ലേ ഇപ്പൊ. പൊട്ടില്ലെങ്കിലും കൊള്ളാം. ഒരു ക്രിസ്ത്യൻ ലുക്ക് ഉണ്ട്. ഇവക്ക് കണ്ണിന് അടിയിൽ എഴുതിയോ? ചേടാ, ഈ കൊച്ചിന് എന്തായാലും സമ്മതിക്കൂലല്ലോ. അതൊന്നും ഉന്നണിയാവാൻ സമ്മതിക്കൂല. നീ ഉന്നണി ആടി. താങ്ക് യു. നീ നല്ല രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിതുവരെ കാണാത്തൊരു ലുക്ക്. ഈ വീട്ടുകാർ മൊത്തം ഇന്ന് കാണാത്ത ലുക്കിലായിരിക്കും. അതെ,
അച്ഛൻ മാത്രം അപ്പോഴും ഇപ്പോഴും സെയിം. എൻ്റെ അമ്മ ഇതുവരെ ലൈറ്റ് കളർ ഷെയ്ഡ്സ് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെ യൂസ് ചെയ്യും, ഇവള് യൂസ് ചെയ്തിട്ടില്ല. പൊതുവേ ഈ വീട്ടിലെല്ലാവരും ഭയങ്കര ബ്രൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്നായിരിക്കും എല്ലാവരെയും ഒരു ലൈറ്റ് കളർ ഷെയ്ഡിൽ കാണാൻ സാധിക്കുന്നത്. അതെ അതെ, ഇന്നത്തെ ഫംഗ്ഷൻസിന്റെ കോസ്റ്റ്യൂംസ് നമ്മളെല്ലാം ഒരു ലൈറ്റ് ഷെയ്ഡ്സ് ഒക്കെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. കാരണം എല്ലാത്തിലും നമ്മൾ ഡാർക്കായ ഒരു വൈബിലല്ലോ. അപ്പോൾ ഇപ്പോൾ എല്ലാ കളറും തന്നെ നമ്മൾ എല്ലാ ഫംഗ്ഷൻസിനും എടുത്ു. അമ്മയുടെ കല്യാണത്തിന്, എൻ്റെ കല്യാണത്തിന് പോലും അമ്മ ഒരുങ്ങിയിട്ടില്ല. അമ്മ മറ്റേ സാധാ ലുക്കിൽ കയറി വരുമായിരുന്നു. അതിന് ഒരു ഇതേ ഉള്ളായിരുന്നു, ഞാൻ പാവമായിരുന്നു, അതുകൊണ്ട് ഒറ്റ ലുക്കേ ഉണ്ടായിരുന്നു. അമ്മ ഒരു തവണ ഞാൻ ബുദ്ധിമുട്ടിച്ചിരുന്നു. ഇത് എൻ്റയർലി പുതുമയായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അമ്മ നിങ്ങൾക്ക് ഇതിനു മുമ്പുള്ള വീഡിയോസോ അല്ലെങ്കിൽ അവളുടെ കൂടെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാം, അമ്മ എന്നും ഒരേ സ്റ്റൈലാണ്, ഒരേപോലത്തെ പൊട്ടാണ് എല്ലാതാണ്. നമ്മൾ ഈ തവണ അമ്മയുടെ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ടും, കാരണം ഇനി നമുക്കിതുപോലൊരു രീതിയിൽ അമ്മയെ കാണാൻ പറ്റില്ല. അപ്പോൾ അതുമല്ല അവൾ മറ്റേ പറഞ്ഞേക്കുന്നത് ഇനി ഒരു കുട്ടിയില്ല കെട്ടിക്കാൻ, അതുകൊണ്ട് ഈ തവണ അത് സുന്ദരി ആയിക്കോളാനാണ് അവൾക്ക് ഇട്ടിരിക്കുന്ന ഓർഡർ. അപ്പോൾ നമുക്കും കാണാം. ആക്ച്വലി ഞങ്ങളും ഇതുവരെ കണ്ടിട്ടില്ല അമ്മയെ മാറ്റി. അപ്പം ഞങ്ങളും വെയിറ്റിംഗ് ആണ് അമ്മയുടെ ചേഞ്ച് കാണാനായിട്ട്. കൊള്ളാം അല്ലേ? കുഴപ്പമില്ലല്ലോ ഇത്. ഓർണമെന്റ്സ് ഓഫ് കോഴ്സ് ഇതുവരെ കഴിഞ്ഞ എല്ലാ ഫംഗ്ഷൻസിൻ്റെതും നമ്മൾ 77 ആയിരുന്നു. ഇതും അതുപോലെ തന്നെ വൈറ്റ് ഗൗണിനുള്ളതും അവൾ സെറ്റ് ചെയ്ത് വിട്ടു. ഇനി നെക്സ്റ്റ് ചേഞ്ചിലുള്ളത് വരെ പാവം അത് സെറ്റ് ചെയ്ത് ബോക്സിലാക്കി തന്നു വിട്ടിട്ടുണ്ട്. ആൻഡ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. വൈറ്റ് സ്റ്റോണിൽ ഒരു റൂബി പെൻഡൻറ്റ് വന്നിട്ടുള്ളത്. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അങ്ങനെ നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ട്രയലൊക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. വെഡ്ഡിങ് ലുക്കിൽ വൈറ്റ് ഗൗണൊക്കെ ഇട്ട്. നോർമലി എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും കുറേ പേരും സാരി ആയിരുന്നു കേട്ടോ വെഡ്ഡിങ്ങിന്, ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എല്ലാം വെറൈറ്റി ആണല്ലോ. അപ്പോൾ നമ്മളിത് വൈറ്റ് ഗൗണൊക്കെ ഇട്ട് നല്ല മൾട്ടി ഷെയ്ഡിലുള്ള ബീഡ്സൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് നമുക്ക് ഈ കോസ്റ്റ്യൂം തന്നിരിക്കുന്നത് നോവ ബൊട്ടീക്കാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെയിലാണെങ്കിലും ഞങ്ങളുടെ ഇനീഷ്യൽസ് ഉണ്ട്, കല്യാണത്തിൻ്റെ ഡേറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ എൻ്റെ ബ്രൈഡ്സ്മെയ്ഡ്സ് പണിയെടുക്കണം. അപ്പോൾ അതാണ് എൻ്റെ ബ്രൈഡ്സ്മെയ്ഡ്സ് ഒക്കെ റെഡി ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് പോയി ഫോട്ടോ എടുക്കാം. യെസ്, അപ്പോൾ എല്ലാവരും റെഡിയായി. അച്ഛനെ മാത്രം കണ്ടു കിട്ടിയില്ല. അച്ഛൻ നമ്മുടെ വണ്ടിയിൽ ഡെക്കോർ ചെയ്യേണ്ട സംഭവങ്ങൾ സെറ്റപ്പ് ആക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ എത്തും എന്തായാലും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാറായി. ഓൾമോസ്റ്റ് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തേക്ക് എത്തും, ആളും എത്തുന്നുണ്ടാവും. നമ്മളപ്പോൾ അവിടുന്ന് ഫോട്ടോസ് എടുത്തിട്ടായിരിക്കും നേരെ ചർച്ചിലേക്ക് പോവുക. ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം. ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ലുക്കാണിത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തവണ ബാക്കിയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, ബാക്കി എല്ലാ ഫോട്ടോഷൂട്ട്സ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതും അവളുടെ സ്വന്തം കല്യാണത്തിന് അങ്ങനെ കാണുക എന്ന് പറയുന്നത് എന്താണ്, കൊള്ളാം. ഹാപ്പി സുന്ദരിയായിട്ടുണ്ട്. ഹാപ്പി. അച്ഛൻ്റെ ഹാപ്പിനെസ് നമുക്ക് കേൾക്കാൻ പറ്റിയില്ല. അതിനേക്കാൾ എല്ലാം ഉപരി ഇവരുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ലൈക്ക് അവരുടെ ആ ബ്രൈഡ്സ്മെയ്ഡ് ഡ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പേർക്ക് ബൾക്കായിട്ട് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. നമ്മൾ കുറേ സ്ഥലത്ത് തപ്പിയാണ് നമുക്ക് അത്രയും പേർക്കുള്ള ബ്രൈഡ്സ്മെയ്ഡ്സിന്റെ അച്ഛനെ കണ്ടുകിട്ടി അത്രയും പേർക്കുള്ള ബ്രൈഡ്സ്മെയ്ഡ്സിന്റെ കിട്ടിയത്. അതും ഞങ്ങള് ആഗ്രഹിച്ച കളർ. കാരണം നമ്മൾ ലാസ്റ്റ് ഓർത്തു ഈ കളറൊക്കെ മാറ്റേണ്ടി വരുമായിരിക്കും. കാരണം നമ്മൾ എടുത്തേക്കുന്ന കളർ പറയുന്നില്ല, കണ്ടാ മതി. അതെ, ആ ഒരു കളർ തന്നെ നമുക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു തുടക്കം തൊട്ടേ. പക്ഷെ അത് കിട്ടാനായിരുന്നു ഭയങ്കര പാട്. അവസാനം നമ്മൾ ബാക്കി എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇത് മാത്രം ഇത്രയും മീറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അതും ഒത്തു വന്നു. അപ്പൊ ആ കളർ ഏതാന്നുള്ളതും ഇവരുടെ ബാക്കിയുള്ളതും എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവരുടെയും പ്രേയേഴ്സ് ഉണ്ടാവണം. മാൻവിയുടെ കൂടെ അല്ലെങ്കിൽ മിന്നൂസിന്റെ കൂടെ അല്ലെങ്കിൽ ശ്രുതിയുടെ കൂടെ. ഒരുപാട് പേരുകൾ എനിക്കുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ ഒരു പുതിയ പേരും കൂടെ. അതെ. അപ്പൊ എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം. ബാക്കി ഞങ്ങളുടെ ജേർണലിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാം. അപ്പം ഇന്നാണ് ഞങ്ങളുടെ ബിഗ് ഡേ ആൻഡ് വി were waiting for this moment for a long time and let's see how it goes and I'm super excited. പതിവ് പോലെ ഞാൻ ആദ്യം എത്തി. ഇന്ന് പുള്ളിക്കാരിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് ഞങ്ങളുടെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു ആൻഡ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ ബിഗ് ഡേ. എനിവേയ്സ് എല്ലാം നന്നായിട്ട് ഭംഗിയായിട്ട് പോകട്ടെ ആൻഡ് എല്ലാം നന്നായിട്ട് തന്നെ അവളുടെ ലുക്കിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആക്ച്വലി വി ആർ സൂപ്പർ ഹാപ്പി. ഇത് നേടിയെടുക്കാനും നടത്തിയെടുക്കാനും ഞങ്ങൾ കുറച്ചധികം സമയം ഒരുപാട് കാര്യങ്ങളോടെ മുമ്പോട്ട് പോയി ആൻഡ് അതിനുള്ളൊരു ഫൈനൽ റിസൾട്ടാണ് എന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും വരുന്നില്ല.
ലുക്ക് അടിപൊളി, ഒരു രക്ഷയില്ല. കണ്ടപ്പോൾ തന്നെ ഞാൻ വാവുന്നാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഞാൻ അവിടെ നിന്ന് നടന്നു വന്നപ്പോൾ കണ്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഫസ്റ്റ് ലുക്കിൽ തന്നെ ഞാൻ ഫ്ലാറ്റഡായി. ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് ബേസ് 11ലാണ്. നമ്മുടെ പാലയിലുള്ള എല്ലാവർക്കും തന്നെ അറിയായിരിക്കും ബേസ് 11 കൺവെൻഷൻ സെൻ്ററാണ്. ഒരുപാട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ട്രഡീഷണൽ ആയിക്കോട്ടെ, ഇപ്പോൾ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ, ആൻഡ് ഈവൻ കാർ പാർക്കിംഗ് വരെ ഭയങ്കര സ്പേഷ്യസ് ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഗൗൺ ഷൂട്ടൊക്കെ ചെയ്യാൻ, വെഡ്ഡിംഗ് ഷൂട്ട് ചെയ്യാൻ വന്നിരിക്കുന്നത് ബേസ് 11ലാണ്. എൻ്റെ ബ്രൈഡ്സ് മെയ്ഡ്സ് എല്ലാം ഇവിടെ ഓൾറെഡി ഷൂട്ടിലാണ്. അപ്പോൾ ബാക്കി നമ്മുടെ ഫോട്ടോഷൂട്ട് വിശേഷങ്ങളൊക്കെ കാണാം. 3, 2, 1 cheer ചെയ്യണേ. Okay, 3, 2, 1 ചെയ്ത്. ഒരുപാട് നാളത്തെ പ്ലാനിങ്ങും ഒരുപാട് ആഗ്രഹിച്ചിരുന്ന വെഡ്ഡിങ്ങാണ് അവളുടേത്. ആക്ച്വലി ഞങ്ങൾ അവളുടെ 10 വർഷത്തെ റിലേഷൻഷിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് അവളുടെ പയ്യനെ കാണുന്നതും. ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അവൾ ഡ്രീം ചെയ്തതുപോലെ തന്നെ എല്ലാം വരുന്നു എന്നുള്ളതും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ കല്യാണം കഴിഞ്ഞ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്. കാര്യം ഭയങ്കര കുഞ്ഞു കുട്ടികളുടെ സ്വഭാവമാണ്, ഭയങ്കര കുഞ്ഞു കുട്ടികളുടെ ക്യാരക്ടറാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവൾ ഹാൻഡിൽ ചെയ്യുന്നത് മാരേജ് ലൈഫ് എന്നുള്ളത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു ഡേ ആണ് ഇന്നുള്ളത്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഹാപ്പി മാരീഡ് ലൈഫ്. ഒരു മിനിറ്റ്, വെള്ളം വീണു. അത് ഫോട്ടോയിൽ അറിയില്ലടാ, പക്ഷെ എനിക്കറിയാലോ. സ്പെക്സ് എടുക്കടാ, വെറൈറ്റി. എൻ്റെ മേക്കപ്പ് പോകും ചേട്ടാ. എപ്പോഴും ചെയ്താൽ ടയേർഡാവും. ഞങ്ങൾക്ക് കല്യാണം കഴിക്കാൻ കൊടുക്കേണ്ടതാ. ഞാൻ മാൻവിയുടെ നാത്തൂനാണ്. ഈ ഭയങ്കര സന്തോഷമുണ്ട്. അവളുടെ ബിഗ് ഡേ ആണ് നടക്കാൻ പോണത്. സാധാരണ ഏതെങ്കിലും നമുക്ക് ഒരു വേഷത്തിലല്ലേ കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അവളെ സംബന്ധിച്ച് നമുക്ക് ഹിന്ദു ബ്രൈഡായിട്ടും ക്രിസ്ത്യൻ ബ്രൈഡായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതിന് നല്ല സന്തോഷമുണ്ട്. അവളുടെ വലിയൊരു ഡ്രീം നടക്കാൻ പോകുന്നു. 2 പേർക്കും ഓൾ ദി ബെസ്റ്റ് ആശംസിക്കുകയാണ്. ചായം കടിയൊക്കെ തരും. മനസ്സിലായി. നിങ്ങൾ തമ്മിൽ പണ്ടറിയാറില്ല. നമ്മള് വീഡിയോ കോൾ ചെയ്തില്ലേ? എല്ലാം ഒരേ കളർ ഡ്രസ്സാണ്, മനസ്സിലാവുന്നില്ലെന്ന്. അവരുടെ ഫോട്ടോഷൂട്ടുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 2 പേരുടെ ഫേസ് കണ്ടാൽ അറിയാം അവർക്ക് ഒട്ടും ടെൻഷൻ ഇല്ല എന്നുള്ളത്. പക്ഷെ അവരുടെ ഒരു 10 വർഷത്തെ കാത്തിരിപ്പാണ് ആക്ച്വലി ഇന്നത്തെ ആ ഒരു വെഡ്ഡിങ് എന്ന് പറയുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും അവരുടെ മുഖത്തുണ്ട്. അവരുടെ മുഖത്ത് മാത്രമല്ല, നമ്മുടെ മുഖത്തുമുണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ സ്ഥലം പാലായതുകൊണ്ട് കാലാവസ്ഥ വളരെ നല്ല കാലാവസ്ഥയാണ്. എപ്പോഴും മഴയാണ്. അപ്പം നമുക്കിപ്പോൾ ഒരു ലക്ക് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു ആശ്വാസം തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം നമ്മളെ മഴയിൽ എത്തിക്കുന്നില്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് അറിയിക്കും, നിങ്ങൾ പാലയിൽ തന്നെയാണ് കേട്ടോ എന്നുള്ളത് അറിയിക്കാറുണ്ട്. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് മാരേജ് ഫംഗ്ഷനിലേക്കാണ്, പള്ളിയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് മുമ്പ് ഒരു ഫോട്ടോഷൂട്ടാണ് അറേഞ്ച് ചെയ്തത്. കാരണം ആ ഒരു സമയം 4 o'clock ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ ഫോട്ടോസ് കാര്യങ്ങൾക്കൊന്നും ടൈം ഉണ്ടാവില്ല. അവൾക്ക് വീട്ടിൽ കയറുക അങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്തത് ഫസ്റ്റിലേ ആക്കിയത്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ പോയി കഴിയുമ്പോഴേക്കും മേക്കപ്പ് കാര്യങ്ങളെല്ലാം മാറിപ്പോവും. അവളുടെ ബ്രൈഡ്സ് മെയ്ഡ്സ് എല്ലാവരും ഇവിടെ റെഡിയാണ്. അവരും ഏകദേശം 15 പേരുണ്ട്. അതുപോലെ ഫ്ലവർ ഗേൾ റെഡിയാണ്. അവളെപ്പോലെ എക്സാക്ട്ലി റെഡി ആയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. യെസ്, അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചർച്ചിലേക്ക് പോയിട്ട് അപ്പോൾ നമ്മൾ പള്ളിയിലെത്തി. നമ്മുടെ പരിപാടികളൊക്കെ ചടങ്ങുകളൊക്കെ തുടങ്ങാൻ പോവാണ്. ആളും ഇപ്പോൾ എത്തും. അപ്പോൾ നമുക്കിനി ചടങ്ങിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഫംഗ്ഷൻ വരുന്നുണ്ടാവുക, റിസപ്ഷൻ ഫംഗ്ഷൻ. സോ പള്ളിയിലെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് കാണാം. That girl is a runner. She was born to get away. Hear that two-tone humming, headed out to the highway. I should have seen it coming. ഇന്ന് വിവാഹം എന്ന ഉദാശയിലേക്ക് അവരെന്ന് പ്രവേശിക്കുകയാണ്. ടെൻഷനുണ്ടോ? ചെറിയ ടെൻഷൻ, പിടിക്കൊന്നും വേണ്ട കേട്ടോ. മാത്യു സാർ റെഡിയാണോ? സുധി, യു റെഡി? മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ഈ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവരുടെ ഈ വിവാഹ വാഗ്ദാനത്തിൽ പങ്കെടുക്കാം. ഇവരുടെ കുടുംബജീവിതം ധന്യമാകട്ടെ, ദൈവ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവർക്ക് എല്ലാവിധ ആശംസകളും നന്മകളും
അഭിവൃദ്ധിയും പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇവരുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി അർപ്പിക്കാം. മത്തായി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മറിയത്തെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മറിയം മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മത്തായിയെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. താലിവഞ്ചിരിപ്പ്. കുരിശുമരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവെ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ. She would be the thing that I forgot would set her free. I taught her how to leave. അപ്പോൾ മാൻവിക്കുട്ടിക്കും നിതിനും എൻ്റെ എല്ലാവിധ മംഗളാശംസകളും. ഹാപ്പി മാരീഡ് ലൈഫ്. കാരണം ഞങ്ങൾ സീത സീരിയൽ ചെയ്യുന്ന സമയം മുതൽ ഇവർ രണ്ടുപേരുടെയും ആ ഒരു പ്രണയമൊക്കെ നേരിട്ട് കണ്ടും അതിൻ്റെ വിശേഷങ്ങളൊക്കെ അപ്പം അപ്ഡേറ്റ്സ് അറിയുന്ന ഒരാളായിരുന്നു ഞാൻ. സോ നമുക്ക് കാണുമ്പം ചില പ്രണയങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുമല്ലോ, ഈശ്വര ഇതെന്തായാലും നന്നായിട്ട് വരണേ, മുന്നോട്ട് പോണേ. അങ്ങനെ ഒരു റിലേഷൻഷിപ്പായിരുന്നു ഇവരുടെ. ആൻഡ് ഞാൻ പറയുകയാണെങ്കിൽ മാൻവിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പാർട്ട്ണറാണ് നിതിൻ. കാരണം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായി. കാരണം ഇവർ കുറേ നാൾ ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പൊക്കെ ആയിരുന്നല്ലോ. അതിൻ്റെയൊക്കെ ആ ഒരു സമയത്ത് പോലും മാൻവിയുടെ ഷൂട്ടിൻ്റെ തിരക്കിൻ്റെ ഇടയിലുമൊക്കെ എല്ലാം മനസ്സിലാക്കി അത്ര നല്ലൊരു പാർട്ട്ണറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ മാൻവി ഭയങ്കര ലക്കിയാണ്. ആൻഡ് നിതിന് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പേരാണ് മാൻവി. കാരണം മാൻവി ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരാളാണ്. എപ്പോഴും എല്ലാത്തിനെക്കുറിച്ചും പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. സോ ഇങ്ങനെ ഈ രണ്ട് കോമ്പിനേഷനും കൂടി വരുമ്പോൾ ലൈഫ് അടിപൊളിയാവും. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇവരുടെ തുടക്കം മുതൽ ഇപ്പം മാരേജിൻ്റെ ഈ ഒരു നിമിഷം വരെ എനിക്ക് ഭാഗമാവാൻ സാധിച്ചതിൽ. രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ലവ് യു. Ladies and gentlemen, please put your hands together and shower your love as I warmly welcome the newly married lovely couple. Yes, a heartfelt congratulations ആദ്യം തന്നെ രണ്ടുപേർക്കും നേരെയാണ് വിഷ് ഓൺ സ്റ്റാർട്ടിംഗ് എ ന്യൂ കമ്മിറ്റ്മെന്റ് ഈച്ച് അതർ. എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മളെ അടുത്തറിയുന്ന കുറച്ച് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയും ഫ്രണ്ട്സും മാത്രമാണ് ഇന്നിവിടെ ഉള്ളത്. അപ്പോൾ എത്തിച്ചേർന്നവർക്കും ഞങ്ങളെ അനുഗ്രഹിച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. സീത ഓൺ ഫ്ലവേഴ്സ്. യെസ്, സീതയുടെ ഫാൻസ് എല്ലാവരും നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. സീതയും രാമനും ഒക്കെ ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. യെസ്, നിതിൻ്റെയും ശ്രുതിയുടെയും കൂൾ ഫാമിലി സ്റ്റേജിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ വെഡിങ് റിസപ്ഷന്റെ ചടങ്ങുകൾ സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിതിൻ ആൻഡ് ശ്രുതി, you will cut your wedding cake on a count of 3, 2, 1 and here we go. ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു ഹംസത്തിന് ആ കല്യാണത്തിന് വരുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതേപോലെ ഞാൻ ഇവരുടെ ഒരു ഹംസമായിരുന്നു കുറേ നാള്. അപ്പോൾ അതുകൊണ്ട് അന്നേ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, ചില പ്രണയങ്ങൾ കാണുമ്പോൾ നമുക്ക് ഈശ്വര നന്നായിട്ട് വരണേ,
എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടാവും. അപ്പം അതേപോലെ ഈ ദിവസം ഞാനിങ്ങനെ ഇവർ രണ്ടുപേരും ഡ്രീം ചെയ്തത് അത്രയില്ലെങ്കിൽ പോലും ഞാനും ഡ്രീം ചെയ്തൊരു മൊമെന്റ് തന്നെയായിരുന്നു. ആൻഡ് രണ്ടുപേരെയും ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ എപ്പോഴും മാൻവിയോട് പറയും, നിനക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ് നിതിൻ. കാരണം നിതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അത്രയും ഒരു ഡിസ്റ്റന്റ് റിലേഷൻഷിപ്പിൽ ഇരുന്നുകൊണ്ട് ഈ ഒരു 10 വർഷം അല്ലേ ഇത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇവളുടെ തിരക്കിൻ്റെ ഇടയിൽ അതൊക്കെ മനസ്സിലാക്കി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്ന് പറയുന്നത് അതൊരു എളുപ്പമുള്ള കാര്യമില്ല. സോ അതുകൊണ്ട് ഭയങ്കര ലക്കിയാണ്. ആൻഡ് നിതിൻ്റെ ഒരു ലക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു കുട്ടിത്തമുള്ള ഒരാൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ലൈറ്റർ ആവും ജീവിതം. അപ്പോൾ നിതിന് ഇനി എത്ര വർക്ക് സ്ട്രെസ് ഉണ്ടെങ്കിലും മറ്റേ ഫിനാൻഷ്യൽ അത് ഇത് ബാങ്ക് എന്ത് സംഭവം ഉണ്ടെങ്കിലും ഈ ഇവളുടെ അടുത്ത് ഒരു 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞാൽ മതി, അതങ്ങ് അലിഞ്ഞില്ലാതായി പോകും. അത്രയും കുട്ടിയായിട്ടുള്ള ഒരാളാണ് മാൻവി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഇപ്പം മെച്യൂർഡായോ? ഇല്ല, ആവരുത്. മെച്യൂരിറ്റി നമുക്ക് അത്രയ്ക്ക് ആവശ്യമില്ല. ചില സന്ദർഭങ്ങളിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ നീ എന്നും ഇതുപോലെ തന്നെ ഉണ്ടാവണം. അപ്പം എപ്പോഴും ഹാപ്പി ആയിട്ട് ഇതുപോലെ സന്തോഷമായിട്ട് ഇരിക്കുക. ഞങ്ങളൊക്കെ കാനഡയിൽ വരുമ്പോൾ ഒരു വീടായി, ചോറും കറിയൊക്കെ വെച്ച് തരാൻ ഒരാളായി. അപ്പോൾ അതുകൊണ്ട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. യെസ്. അപ്പോൾ പറയാനുള്ളതെല്ലാം സ്വാസിക പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മളിങ്ങനെ കുഞ്ഞിക്കുട്ടിയായിട്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ചാടി കിടക്കുന്ന ഒരാളിങ്ങനെ ഇതുവരെ ഒരു പുതിയൊരു ലൈഫിലേക്ക് പോകുന്നു. എന്തായാലും വളരെ വളരെ സന്തോഷം. അപ്പം ഓൾ ദി ബെസ്റ്റ്. പറയാനുള്ളത് ഇവർ രണ്ടുപേരും പറഞ്ഞ് കംപ്ലീറ്റ് ആയി. ഞാൻ എന്താ പറയാനുള്ളത്, മാൻവി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ ഇങ്ങനെ ഒരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. ആൻഡ് രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. That girl is a runner, she was born to get away. Hear that two-tone humming, headed out to the highway. I should have seen it coming through the years left in the dust. But after all the lessons learned, it would end the both of us. There's a first for everything, like a hand holding mine. Now I'm left here with the pain from her I love you goodbye. And though it hurts to watch my whole world become the woman she would be, the thing that I forgot would set her free. I taught her how to leave. അപ്പം മാൻവിയുടെ ദ മോസ്റ്റ് വെയ്റ്റഡ് വെഡ്ഡിങ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഇത്രയും നാളും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ലാസ്റ്റ് അത് ഹാപ്പനായി, സംഭവിച്ചു. അത് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ അറിയാം അവൾ എത്രത്തോളം എൻജോയ് ചെയ്യുന്നുണ്ടെന്ന്. അവളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ അവൾ വന്നു, അവളുടെ ബ്രൈഡ്സ് മെയ്റ്റ്സ്. എനിക്ക് തോന്നുന്നു ഇത്രയും ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് LKG മുതൽ ടിൽ നൗ അവൾക്ക് ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. അത് നിങ്ങൾക്ക് ഇന്ന് കണ്ടിട്ടുണ്ടാവും. ബ്രൈഡ്സ് മെയ്റ്റ്സ് ആയിട്ടും അല്ലാതെയും എല്ലാം അവളുടെ ഫ്രണ്ട്സാണ് വന്നിരിക്കുന്നത് ഭൂരിപക്ഷവും. അപ്പോൾ എന്താ പറയുക, ഒരുപാട് സന്തോഷം. ഇനി വെയിറ്റിംഗ് എന്ന് പറയുന്നത് നാളെയാണ്. അപ്പം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു സാധനം നാളെയാണ് വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ആരും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അവളുടെ ഒരു ഫസ്റ്റ് ലുക്കാണ്. നിങ്ങൾക്കും ഇവർ ഫസ്റ്റ് ആയിരിക്കും, കാരണം ഇതിനു മുമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, പ്രേയേഴ്സ് ഉണ്ടാവണം. ആൻഡ് ദെൻ നാളത്തേന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ ഫോട്ടോഷൂട്ട് പരിപാടിയിലെല്ലാം കഴിഞ്ഞിട്ട് പള്ളിയിൽ നമ്മൾ താലി കെട്ടി. എനിക്ക് താലി കിട്ടി. ഉണ്ടാവും. അയ്യോ, റിയാലിറ്റി. അപ്പോൾ അതിനുശേഷം നമുക്കൊരു റിസപ്ഷൻ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമായിട്ടുള്ള ഒരു മിനിമൽ ഫംഗ്ഷൻ ആയിരുന്നു. പക്ഷെ അത് നല്ല ഗ്രാൻഡ് ആയിട്ട് നടന്നു. നമ്മൾ പ്രതീക്ഷിച്ച എല്ലാ ആൾക്കാരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം നമ്മളെ അറിയുന്ന ആൾക്കാർ മാത്രമായിരുന്നു ഉള്ളത്. ഇത്രയൊരു ഫംഗ്ഷൻ വെച്ചപ്പോൾ പോലും ഞങ്ങൾ ഓക്കെ ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് പോകുമെന്നും വിചാരിച്ചില്ല. ആൻഡ് ദ മൊമെന്റ് ഞങ്ങൾക്ക് ഇതുപോലെ ഏറ്റവും വണ്ടർഫുൾ ആക്കി തന്ന വൺ ടച്ച് ഇവൻറ്റ്സിന് ഒരുപാട്, കാരണം നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റാത്ത ടൈമിലും അവർ തന്നെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് നമുക്ക് ഡിസ്കസ്, നമുക്ക് ഇതിന് മുമ്പും ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട്
നന്നായിട്ട് ആങ്കർ ചെയ്ത് നമ്മൾ ഫുൾ എൻഗേജ്ഡ് ആക്കി വെച്ചു. സോ ഫംഗ്ഷൻ അടിപൊളിയാക്കിയത് നമ്മുടെ ടീമാണ്. സോ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സോ ഈ ഒരു കാര്യം പറയാൻ പറയാൻ വിട്ടുപോയി. അതായത് എനിക്ക് ഈ ഒരു മന്ത്രകോടി സാരിയുടെ ബ്ലൗസ് എനിക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള ട്രിവാൻഡ്രത്തുള്ള ആല ബൊട്ടിക്കാണ് കേട്ടോ. ഇത് ഫുൾ സ്റ്റോൺ വർക്കാണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് നൈറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ടും ഈ ഒരു ലൈറ്റിങ്ങിലൊക്കെ ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഔട്ട് എനിക്കൊരു കോൺട്രാസ്റ്റ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് പുറകിൽ ഞങ്ങളുടെ പേരിൻ്റെ ഇനീഷ്യൽസ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടാണ് ചേച്ചി ചെയ്ത് തന്നിട്ടുള്ളത്. സോ താങ്ക് യു. അത് പറയാൻ വിട്ടുപോയി. അത് എസ്പെഷ്യലി പറയേണ്ട ഒരു കാര്യമായിരുന്നു, വിട്ടുപോയി. അയ്യോ, പിന്നെ ജ്വല്ലറി, ഇതെല്ലാം ഞാനിന്ന് വിട്ടുപോകും കേട്ടോ. പിന്നെ ജ്വല്ലറി നല്ല നമ്മുടെ ആലീസിൻ്റെ തന്നെയാണ്. ഓഫ് കോഴ്സ് അവൾ തന്നെ സെലക്ട് ചെയ്ത് സ്റ്റോൺസ് എല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് അവിടെ നിന്ന് പറഞ്ഞു വിട്ടതാണ്. എല്ലാം കൊണ്ടും ബ്ലൗസിന് മാച്ച് ആയിട്ടുള്ള രീതിയിലെല്ലാം എനിക്ക് അവൾ സെറ്റ് ചെയ്ത് തന്നു. സോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു മന്ത്രകോടി ഔട്ട്ലുണ്ട്. നേരത്തെ കണ്ടത് ഗൗൺ ആയിരുന്നല്ലോ, ഇതാണ് എൻ്റെ സെക്കൻഡ് ലുക്ക് മന്ത്രകോടി കൊടുത്തിട്ടുള്ളത്. സോ എല്ലാം കൊണ്ടും എനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ ഫംഗ്ഷനും ഔട്ട്ലുക്കും പരിപാടിയും എല്ലാം സൂപ്പർ. ആൻഡ് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ ഇപ്പം കഴിഞ്ഞു ഏകദേശം. ഇനി ഞാൻ വീട്ടിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോയും കൂടെ വരുന്നുണ്ടാവും. അപ്പോൾ അതും നിങ്ങൾ എന്തായാലും മിസ് ചെയ്യാതെ കണ്ടു. അതെന്താ സംഭവം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും നാളത്തേതും കൂടെ സസ്പെൻസ് ആയിട്ട് നിൽക്കട്ടെ അല്ലേ. താങ്ക് യു സോ മച്ച്.